എല്ലാവരും എന്താക്കുന്ന ഇൻഡീസ് ഗന്യാ ഞാനില്ലേ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഒരു പിക്ചർ ഇറങ്ങുന്ന അന്ന് തന്നെ ഫസ്റ്റ് ഷോക്ക് ബുക്കാക്കിയിട്ട് പോകുന്നത്. നാട്ടിൽ 6 മണിക്ക് ദുബൈയിൽ 4:30 റിലീസ് ചെയ്യുമ്പോൾ 3 മണിക്ക് എണിച്ചിട്ട് പോയി. നമ്മൾ ദോസ്ത് എല്ലാവരും ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് നോക്കുമ്പോൾ തിയേറ്റർ ഫുള്ള് നമ്മൾ ഇങ്ങനത്തെ പിക്ചർ കാണാൻ പോകുന്നുണ്ട്. ഫാൻസിൻ്റെ ഒക്കെ തന്നെ വേണം, നമ്മൾ ഫാൻ തന്നെ അല്ലെങ്കിൽ ആരും 4:30 എണിച്ചിട്ട് പോകണമെങ്കിൽ ലേസ പിരാന്തുള്ള ആൾക്കാർ തന്നെയല്ലേ വേണ്ടത്. പിന്നെ 27-ാം താരീഖിനേക്കൊന്നും നമ്മളെ മലയാളികൾക്ക് എല്ലാവർക്കും പിരാന്ത് തന്നെ. നമ്മളെ നാട്ടിലെല്ലാം ഇറങ്ങുന്ന പിക്ചറിന് ഒരു രാജ്യത്തിൻ്റെ ഫിലിമിൽ തോറി ഇങ്ങനെ നോക്കുന്നത് വേറെ ഏത് പിക്ചർ ഉണ്ടായിരുന്നു പിന്നെ അല്ലേ? അതിൽ എന്തൊരു കഥ പിക്ചർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൊരു മലയാള പിക്ചറാണ് നോക്കുന്നതെന്ന് തോന്നി. നമുക്ക് ഹോളിവുഡിലെ പിക്ചർ നോക്കുന്ന പോലെ ഞാൻ മ്യൂസിക്കിൽ തുടങ്ങുന്നത് എന്തെന്നില്ലെങ്കിൽ അതില്ലേ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് പിക്ചറിനെ കൊണ്ടുപോകുന്നത് മ്യൂസിക് നമുക്ക് അറിയുന്നില്ല. മ്യൂസിക് നമ്മൾ മെൻസ് കൊടുത്തിട്ടെങ്കിലേ നമ്മളങ്ങനെ കൊണ്ടുപോകുന്ന ആ പിക്ചറിൽ എന്ത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അല്ല അത് നിങ്ങൾ കേൾക്കണം. അത് ഒരു ചെല്ലിനല്ലേ നിങ്ങൾ ഐമാക്സിലെല്ലാം പോയിട്ട് നോക്കണം. എന്തോ ഒരു സ്പെഷ്യൽ ഒരു ഇത് വെച്ചിട്ട് എടുത്തത് നല്ല ചെല്ലി മ്യൂസിക് മാത്രമല്ല ക്യാമറയും എല്ലാം ആയിട്ട് ഒരു എടുത്ത ഷൂട്ടാക്കിയാലും എന്തോ ഒരു ഇതുണ്ടായി. അതിൻ്റെ ഞാൻ മറന്നുപോയി, എനിക്കത് അറിയുന്നില്ല. മാത്രം ഞാൻ ഐമാക്സിൽ തന്നെ പോയിട്ട് കാണണം ചെല്ലുന്നത് അത് എന്തെന്നില്ല ഇതില്ലേ നമുക്ക് മനസ്സിലാവും. എന്ത് പാങ്ങിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ പൈസ അല്ലേ, നമ്മളെ പൈസ മുതലാവും. ഒരു 3 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് പിക്ചർ. പിന്നെ ആക്ടിങ് ഇല്ലെങ്കിൽ കുറേ ആളുണ്ട്, എല്ലാവരും ഓരോരോ ഭാഗം നല്ല വൃത്തിക്ക് തന്നെ ആക്ടാക്കിന് വെച്ചിന്. അതിൽ നമുക്ക് പിന്നെ എന്ത് പറയാനില്ല, എന്ത് കൊണ്ടുവന്നതല്ലേ പുലിമാർ തന്നെ. അപ്പോൾ പിന്നെ ഓർക്ക് ഓരോ പണി നല്ല പാങ്ങിൽ എടുക്കാൻ അറിയുന്നവർ തന്നെ വന്നത്. ഹിന്ദിയിലെല്ലാം വന്നോറില്ലേ ഓർക്കെല്ലാം ഭയങ്കര ഒരു സ്ക്രീനിൽ ഓർ നിൽക്കുമ്പോൾ നോക്കുമ്പോൾ അല്ലേ ആ ഒരു ഇതില്ലേ ആ ഒരു ഇത് അത് നല്ല പാങ്ങിൽ ഓർക്ക് കൊണ്ടുവരാൻ. ചില ആളെ കണ്ണിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പവർ കിട്ടുന്നല്ലേ, അത് എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. നല്ല ആക്ടാക്കാൻ അറിഞ്ഞെങ്കിൽ ആ ഒരു പവർ വരുന്ന ഒരു ഫിഗർ വേണമല്ലേ, അത് എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. പിന്നില്ലേ എനിക്ക് മെയിനായിട്ട് ഇതിൽ എന്തറിഞ്ഞെങ്കിൽ ഫൈറ്റ് സീന്. മോനെ എന്ത് ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫൈറ്റ് സീനില്ലേ ഇഷ്ടം തന്നെ. മാത്രം എല്ലാ ഫൈറ്റ് സീനും എനിക്ക് അങ്ങനെ മജാന്നില്ല. ഇതിലില്ലേ ഫൈറ്റ് സീൻ എല്ലാം അത് ഞാൻ ചെല്ലിയെങ്കിൽ അത് ജാസ്തി ആയിപ്പോവും. ഞാൻ അന്നത്തെ ലൂസിഫറിൽ ഞാൻ ചെല്ലിയിട്ട് ഒരു ഫൈറ്റ് സീനിൽ ഞാൻ ലാലേട്ടൻ ഇങ്ങനെ കഴുത്ത് തിരിച്ച് നോക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാകുന്ന നമുക്കൊരു ഇതുണ്ടാവല്ലേ, അതുപോലത്തെ ഒരു സാധനം ഇതിലുണ്ട്. അതുപോലത്തെ ഒന്നല്ല, അതുപോലത്തെ കുറച്ചുണ്ട്. അത് ഞാൻ ചെല്ലിയെങ്കിൽ അതിൻ്റെ മജ പോകുന്നതല്ലേ, അതിനെ കൊണ്ട് നിങ്ങൾ എന്നെ നോക്കി ജാസ്തി അതിനെ പറ്റി മുണ്ടെങ്കിൽ ഞാൻ അറിയാം അതെന്തൊക്കെ ചെല്ലിപ്പോവും. ഇവർ ഒക്കെ അല്ല ഫൈറ്റ് സീനെല്ലാം ഉണ്ട്, അതെല്ലാം നല്ല വാങ്ങുന്നുണ്ട്. അത് എപ്പോൾ നിന്ന് ഞാൻ ചെല്ലുന്നില്ല അറിഞ്ഞ. പിന്നെ ക്യാമറ എടുത്ത ഇതൊരു മാതിരിയെല്ലാം കാണുമ്പോൾ നമുക്ക് ഓരോരോ നാടിൻ്റെ ഇതും ഓരോരോ ഷോട്ടെല്ലാം വെച്ചതെല്ലാം കാണാൻ നല്ല വാങ്ങുന്നുണ്ട്. ഞാൻ എന്ത് ചെല്ലുന്നത് എനിക്ക് അങ്ങനെ ചെല്ലാൻ അറിയുന്നില്ല. ക്യാമറേൻ്റെത് കാണാൻ നമുക്ക് നല്ല മജാന്ന് അറിഞ്ഞ. പിന്നെ ഞാനൊന്ന് ചെല്ലുന്നേ നമ്മയില്ലേ ലൂസിഫർ കാണാൻ പോകുമ്പോൾ നമുക്ക് എന്തും അറിയുന്നുണ്ടായിട്ടാ. ഇത് എന്ത് പിക്ചർ എന്തിനെ പറ്റിയിട്ട് നമുക്ക് എന്തും അറിയുന്നുണ്ടായിട്ടാ. നമ്മിങ്ങനെ പോയിട്ട് കണ്ടതല്ലേ, എന്നിട്ടാണ് നമുക്ക് പിന്നെ അയ്യപ്പ ഇത് ഇങ്ങനത്തെ പിക്ചറാ. പിന്നെ ഇത്ര 5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ പിക്ചർ ഇറങ്ങുന്നത്, 5-6 കൊല്ലമായില്ലേ. ലൂസിഫറിൻ്റെ അപ്പുറത്തേക്ക് എന്തെന്നില്ല എല്ലാ ഇതും നമ്മൾ കീറി മുറിച്ചിട്ട് ആയി, നാര് കണക്കാക്കിയിട്ടായി. യോനിങ്ങനെ പോവോ, യോളിങ്ങനെ വരുമോ, യോനിങ്ങനെ പറയുമോ എല്ലാം നമ്മൾ ചർച്ച ആക്കിയിട്ട് ആയിടെ. എന്നിട്ടും അതിൻ്റെ മീത്തൊക്കെ നിൽക്കണമെങ്കിൽ ചില്ലറ പരിപാടിയല്ല. കാരണം നമുക്കിപ്പോൾ എല്ലാം അറിയുന്നു അല്ലേ, അറിഞ്ഞിട്ട് തന്നെ പോയിട്ട് കാണുന്ന കുറേ ഒരു തിയേറ്ററിൽ പിടിച്ചിട്ട് ഇത്തണമെങ്കിൽ നല്ല പാങ്ങിൽ അത് എടുക്കണം പിക്ചർ. ലൂസിഫറിൽ നമുക്ക് കുറേ ട്വിസ്റ്റ് ഉണ്ടായിന്, അതിനെക്കൊണ്ട് നമുക്ക് ആ ട്വിസ്റ്റിൽ തന്നെ നമുക്ക് പിടിച്ചിക്കാൻ കഴിയുന്ന ഇതാണ്. ഇതിൽ ട്വിസ്റ്റിനെക്കാളും ജാസ്തിയില്ലേ അത് എങ്ങനെ ആക്കിയത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ലാലേട്ടൻ്റെ ഇല്ലേ 2 എൻട്രി സീനുള്ള പോലെ തോന്നുന്നു നമുക്ക്. അതിൽ ആദ്യത്തേനേക്കാളും നമുക്ക് രണ്ടാമത്തേതാണ് പിടിച്ചത്. അതിൽ ഒരു ഷർട്ട് മുണ്ടെല്ലാം ഇട്ടിട്ട് വരുന്നത്, ഒരു മുണ്ട് മടക്കിയിട്ടുള്ള ഒരു പരിപാടിയെല്ലാം ഉണ്ട്. ഞാൻ ചെല്ലുന്നുണ്ടെങ്കിൽ അത് വരുമ്പോൾ തന്നെ ഞമ്മക്കൊരു ഉള്ളിൽ നിന്നൊരു മജ വരുന്നില്ലേ, അതന്നെ. ഫസ്റ്റിലും ഞാനിപ്പോൾ എങ്ങനെ ചെല്ലുന്നത്, ഫസ്റ്റിലും ഒരു നല്ല ഒരു എൻട്രൻസ് ഉണ്ട്, രണ്ടാമത്തെ ഒരു എൻട്രൻസ് ഉണ്ട്, അത് ഫസ്റ്റിനേക്കാളും ടോപ്പ് അറിഞ്ഞാൽ. അത് ഞാനിപ്പോൾ എന്ത് ചെല്ലുന്നില്ല. അതിൽ ഒരു ഫൈറ്റ് ഉണ്ട്, ആ ഫൈറ്റിലില്ലേ ഒരു പരിപാടി ഉണ്ട്. അതിൽ അത് ഒരു നോക്കുന്ന ഒരു നോട്ടലുണ്ട്. നമ്മളെ മോഹൻലാലിന് ആ ഒരു ലാസ്റ്റ് പിക്ചറിൽ പല സ്ഥലത്തും നോട്ടം നമുക്ക് ഭയങ്കര സ്ട്രൈക്കാണ്. ഒന്നും അല്ലെങ്കിൽ നീ എൻ്റെ കിടാക്കളെ തൊടുന്നാലിട്ട് ഓനെ ചവിട്ടിട്ട് ഇങ്ങനെ നോക്കുന്നൊരു നോട്ടുണ്ട്. അതിൽ നമ്മൾ ഉരുകി പോകുന്നില്ലേ, അതേപോലെ ഉരുകുന്ന ഒരു സ്ഥലമുണ്ട്. ലാലേട്ടന് മുണ്ട് മടക്കിയെങ്കിൽ തന്നെ നമുക്ക് ജാസ്തി പിടിക്കുന്നതെന്നില്ല. ഇന്ന് തിയേറ്ററിൽ ഞങ്ങൾക്ക് തിരിഞ്ഞ് മുണ്ട് മടക്കുമ്പോൾ ഒരു കയ്യടി ഒരു വേറെ തന്നെ. പിന്നെ ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം ബൈജു ചേട്ടനെ ഓറില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവർക്കും ലൂസിഫറിൽ എല്ലാവർക്കും ഡയലോഗെല്ലാം തగ్గന്നല്ലേ, ഒരു ലൈഫിലും അങ്ങനെ തോന്നുന്നു അല്ലേ.
അപ്പോൾ ഓറെ നല്ല ആക്ടിങ് വന്നിനറിഞ്ഞ ഓർക്ക് ഒരുസം കൂടെ ബാണാഞ്ഞി ഓറെ തഗ് ഡയലോഗില്ലേ ഒരുസം കൂടെ ബാണാഞ്ഞിന്ന് തോന്നി നമ്മളെ കൊതിപ്പിക്കുന്നതും ചെല്ലുന്നത് അങ്ങനത്തെ ഒരു ലെവലിൽ ഉറ നിർത്തി ഒരുസം കൂടെ ബാണാഞ്ഞെന്ന് തോന്നി എനിക്ക്. പിന്നെ എനിക്ക് മെയിനായിട്ട് അതന്നെ മ്യൂസിക് തന്നെ എന്ത് ദീപക് ദേവിൻ്റെ മ്യൂസിക് ആയിരുന്നല്ലോ ഓർക്കൊരു വലിയ കൈയടി നിങ്ങൾ ഭയങ്കര ബാമ്പ നിങ്ങൾ പൊടി പാറ്റിന്ന് പറഞ്ഞാൽ നിങ്ങനെ സ്റ്റാർ എന്ന് ചെല്ലിയെങ്കിൽ അത്ര സൂപ്പറായി. ഞാൻ സുബൈക്ക് പോയിട്ട് കണ്ട് ഞാനിന്ന് വൈകിട്ട് ആദ്യം പോകുന്നുണ്ട് ചങ്ങായി മറിച്ച് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഒരേ പിക്ചർ രണ്ടോ തിയേറ്ററിൽ ഒരേ ദിവസം പോയിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് കാണി. ഞാൻ വേറെ പറഞ്ഞത് നല്ല പിക്ചർ നല്ല പാങ്ങൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പോയിട്ട് കാണാവോ ആയി വരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് പിടിച്ചായില്ല എന്നല്ല നിങ്ങൾ ചെല്ലിറ് ഒക്കെ ഞമ്മക്കും അറിയാലോ ആയി ഇപ്പോൾ വരുന്നത്.